കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ അതായത് എൻ്റെ ഒരു കസിൻ്റെ ഒരു വോയിസാണ്. മകന് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനിപ്പോൾ സീറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ ആരൊക്കെയോ എന്തൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സീറ്റ് തരാമെന്ന്, അതായത് മാനേജ്മെൻറ്റ് സീറ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് പറയാനല്ല വന്നത്. അതായത് ഇപ്പോഴും +2 പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കാണ് ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യഗൗരവം വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ടല്ലോ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പഠിച്ചു തുടങ്ങിക്കോണം, അപ്പോഴേക്ക് പഠിച്ചാൽ മതി എന്നാരൊക്കെയോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളോട് ഇപ്പോഴും ബോധ്യപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 10 വർഷത്തെ ഗ്രാഫ്, അതായത് വിജയ ശതമാനത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് വരാണ്. അതിൽ ഏറ്റവും വിജയ ശതമാനം കുറവ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ കൊമേഴ്സ് ഉണ്ട്, പിന്നെ സയൻസ്. അതായത് ഇവർ 3 പേര് കൂടി നോക്കുമ്പോൾ 77.7% അങ്ങനെ എന്തുവാണ് വിജയ ശതമാനം. അതായത് 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ 77 പേര് മാത്രം ജയിക്കുന്നുള്ളൂ. ജയിക്കുന്നവരുടെ കണക്കെടുത്ത് നോക്കുന്നതിന് മുമ്പ് 23 പേർ തോൽക്കുകയാണ്. 100 പേര് എക്സാം എഴുതി 23 പേര് തോൽക്കുകയാണ്. അത് ഹ്യൂമാനിറ്റീസിൻ്റെ കേസ് എടുക്കുമ്പോൾ 67 ആയി ചുരുങ്ങുന്നുണ്ട്. അതായത് 67 പേര് ജയിക്കുന്നുണ്ട്, ബാക്കി പിള്ളേർ തോൽക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതിയാവും. ലാസ്റ്റിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിങ്ങനെ ഭയങ്കര മാർക്കോട് കൂടി കിട്ടുമെന്ന്? എടാ, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു, എക്സാം കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് പഠിച്ചിട്ട് എത്ര പേരിങ്ങനെ ഏറ്റവും കിടില മാർക്കിലേക്ക് വരാൻ പറ്റുന്നു? അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുക്കൊന്നും എടുത്തു നോക്കാൻ പറ്റാത്തത്. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടും. നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? അതായത് നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, കൃത്യം 7:30 നമ്മൾ സ്റ്റഡി പ്ലാൻ കൊണ്ടുവരാൻ. അതായത് അടുത്ത തിങ്കളാഴ്ച 7-ാം തീയതി മക്കളെ കൃത്യം നിങ്ങൾ 7:30 നമ്മുടെ ഈ ചാനൽ എത്തണം. അതായത് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ചാനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 days സ്റ്റഡി ചാലഞ്ച് നമ്മൾ തരാൻ പോകണം. അതായത് 10 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള പഠിക്കേണ്ട രീതിയല്ല നമ്മൾ തരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അത് എങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഞങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ തരോ, ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഗ്രാമറൊക്കെ പഠിപ്പിച്ചു തരോ, എല്ലാതും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പഠിപ്പിച്ചു തരാൻ പറ്റും. അത് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് പഠിപ്പിച്ച് തരാം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം, തിങ്കളാഴ്ച അതായത് വരുന്ന 7-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾ വരണം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. പിന്നെ ചൊവ്വാഴ്ച മുതൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മുടെ യൂട്യൂബിൽ ലൈവ് തരാൻ പോകണം. ഹാപ്പി ആയില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങളെ കൊണ്ട് കഴിയോ ഇല്ലോ എന്നുള്ളത്, അതായത് പഠിക്കാൻ കഴിയോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ആ 10 ദിവസത്തെ ലൈവ് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും. ഇനി നിങ്ങൾക്ക് ഇതും നിങ്ങളെ കൊണ്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് ഈ 10 days കൊണ്ട് നിങ്ങൾ മാറാൻ പോകണം. 10 days കൊണ്ട് നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പർ ലിസ്റ്റിലേക്ക് ഇങ്ങനെ ഗ്രാഫ് നിങ്ങളിങ്ങനെ ഉയർന്നു പോകും. അപ്പോൾ മക്കളെ മറക്കണ്ട, 7-ാം തീയതി കൃത്യം 7:30 അതായത് തിങ്കളാഴ്ച വരണം. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ അവിടെ വെച്ച് കാണാം. ഓക്കെ.